നമ്മുടെ കഴിഞ്ഞ ബ്ലിഷോപ്പറിന്റെ വീഡിയോയിൽ രണ്ടുപേർക്ക് നെക്ക് ബാൻഡ് കൊടുക്കാൻ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ്ങിന് എടുത്തിട്ട് തുടങ്ങാം അല്ലേ? ആദ്യം തന്നെ കസ്റ്റമേഴ്സിനുള്ള ഗിഫ്റ്റ് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഒന്ന് കമന്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അതിന് തിരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്ക് നമ്മൾ നെക്ക് ബാൻഡ് ഇവിടെ അയച്ചു കൊടുക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നല്ല നല്ല കമന്റ് കമന്റ് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കേണ്ട രീതിയിലുള്ള കമന്റ് ആണ് എല്ലാവരും അയച്ചത്. അപ്പൊ നമുക്ക് ഇന്ന് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം വായിക്കാൻ നോക്കാൻ നമുക്ക് കഴിയില്ല. കുറച്ചധികം ഒന്നുണ്ട് ഒരു കമന്റ് നമുക്ക് ഇങ്ങനെ പിക്ക് ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നത്. മാഷാ അല്ലാ, എല്ലാ വീഡിയോയും നന്നായിട്ടുണ്ട്. ഒരു ഐഫോൺ വാങ്ങണമെന്ന് ഉണ്ട്, കടയിൽ വീട്ടിൽ നിന്ന് വാങ്ങാം. ഓക്കെ, അപ്പൊ ഒന്ന് ഇയാൾക്ക് കിട്ടിയതല്ലേ? സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗിഫ്റ്റ് നമ്മൾ ഈ കമന്റ് എഴുതിയാൾക്ക് കൊടുക്കും. ഒന്നുകൂടി നമുക്ക് പിക്ക് ചെയ്യാം. അതിൽ ഒരുപാട് കമന്റ്സ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കമന്റ് നോക്കി നമുക്ക് അവിടെ പിക്ക് ചെയ്യാം. ഒരാളുടെ ഉണ്ട്. വീഡിയോ കണ്ടപ്പോൾ സന്തോഷമായി. എൻ്റെ താത്തയ്ക്ക് ഒരു ഫോൺ മേടിക്കണം ഇൻഷാ അല്ലാ. പേര് ഷമീന ഷമീർ അല്ലേ? ഷഹീർ. അപ്പോൾ രണ്ടാളായി കേട്ടോ. ഈ രണ്ട് കമന്റ് നമ്മൾ പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവർ ചെയ്യേണ്ടത് ബിഷോപ്പറിന്റെ നമ്പറിലേക്ക് ഇവരെ അഡ്രസ്സ് ഒന്ന് അയച്ചു തരിക. നമ്മൾ ഇവിടുന്ന് കൊറിയർ പാക്ക് ചെയ്തിട്ട് അവർക്ക് ഈ ഗിഫ്റ്റ് രണ്ട് നെക്ക് ബാൻഡ് നമ്മൾ അയച്ചു കൊടുക്കും. അപ്പോൾ ഈ വീഡിയോ കാണുക, പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഇനിയും വരും. ഉണ്ടാവും. നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. പക്ഷെ നമുക്ക് വിഷു ആണ് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടല്ലേ? ഒരുപാട് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്രാവശ്യം സാംസങ്ങിനൊക്കെ ഒരുപാട് കളക്ഷൻ കാണല്ലോ. ഈ പ്രാവശ്യം വിഷുവിനേക്ക് കമ്പനി പുതിയ മോഡലൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഒരുപാട് മോഡൽസ് ഓപ്പോ ഇറക്കിയിട്ടുണ്ട്, വിവോ ഇറക്കിയിട്ടുണ്ട്, സാംസങ് ഇറക്കിയിട്ടുണ്ട്. ബിഷോപ്പറിന്റെ ഈ വിഷുവിന്റെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷുവിനേക്ക് കമ്പനി ഇറക്കിയ ഫോണുകളൊക്കെ നമ്മളിവിടെ പൊട്ടിച്ചിട്ട് സെക്കൻഡ് ആക്കി കൊടുക്കുക. അതായത് 1-2 ദിവസം മുന്നേ ഇറങ്ങിയ ഫോണുകൾ കഴിഞ്ഞ ഇന്നലെ ഇറങ്ങിയ സാംസങ്ങിന്റെ A26 5G എന്നാണ് ഈ ഒരു മോഡല്. ഇത് കടകളിലൊന്നും ഫ്രഷ് ഇവിടെ തന്നെ എത്തിയിട്ടില്ല. ഇന്ന് നാളെ ആയിട്ട് എത്തേ ഉള്ളൂ. അതിന്റെ മുമ്പായിട്ട് ബിഷോപ്പർ എന്ത് ചെയ്യുന്നുണ്ട്, വിഷുവിനേക്ക് ഇറങ്ങിയ ഫോണ് സെക്കൻഡ് ആക്കിയിട്ട് പൊട്ടിച്ചു കൊടുക്കുക. ഫ്രഷ് ഫോണിനെക്കാട്ടും ഫ്രഷ് ഫോണൊക്കെ ഏത് കൗണ്ടറിൽ പോയി കഴിഞ്ഞാലും വിഷുവിന്റെ എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് കിട്ടുക എന്നല്ലാതെ ഒരു 500 രൂപ പോലും കുറച്ചിട്ട് കിട്ടൂല. അങ്ങനത്തെ ഫോണിലൊക്കെ 3000 മുതൽ 5000, 10000, 15000 വരെ കുറച്ചിട്ടാണ് ബിഷോപ്പറിൽ ഈ വിഷുവിനേക്ക് ഇറക്കിയ മോഡലൊക്കെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത്. എപ്പോഴാണോ കസ്റ്റമർ സിമ്പിൾ വെച്ചാൽ ആ സമയം മുതൽ ഒരു വർഷത്തെ വാറന്റി ഉണ്ടാവും. ഇന്നലെ ഇറങ്ങിയ ഫോൺ കേട്ടോ. അത് ഇന്നലെ ഇറങ്ങിയ ഫോൺ ഇന്ന് ബിഷോപ്പറിൽ യൂസ്ഡ് ആണ്. പുതിയത് വരുന്ന പ്രൈസ് 28 ബിഷോപ്പറിൽ നമ്മൾ എല്ലാ ഓഫറും കഴിച്ചിട്ട് കൊടുക്കുന്നത് 25 കൊടുക്കാൻ പറ്റും. 25000 രൂപ അല്ലേ? അതും കസ്റ്റമർക്ക് 100% ഫിനാൻസ് ആവശ്യമുണ്ടെങ്കിൽ 100% ഫിനാൻസോട് കൂടി ഇത് കൊടുക്കാൻ പറ്റും. അതായത് ആധാർ കാർഡ്, പാൻ കാർഡ് ഉള്ള ആളുകൾക്ക് സിബിൽ സ്കോർ നെഗറ്റീവ് ഒന്നും ഇല്ലെങ്കിലും ബിഷോപ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ 1 രൂപ പോലും തരാതെ ഈ ഫോൺ വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും. അതേപോലെ തന്നെ ഓപ്പോയിലൊക്കെ വരെ നോക്കുകയാണെങ്കിൽ ഓപ്പോ വിഷുവിനേക്ക് ഇറക്കിയ മോഡലാണ് ഓപ്പോ F29 Pro എന്ന് പറഞ്ഞ മോഡല്. F29 എന്ന് പറഞ്ഞ ഈ മോഡലൊക്കെ ഈ വിഷുവിനേക്ക് വേണ്ടിയിട്ട് കമ്പനി ഇറക്കിയ മോഡലാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് ആക്കി കൊടുക്കുന്നുണ്ട്. എത്ര രൂപ കുറവുണ്ട്? ഇതൊക്കെ ഒരു 3000, 4000, 5000 രൂപ വരെ കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അതായത് 1 രൂപ പോലും പുറത്ത് എവിടെ ഓഫർ കിട്ടാത്തത് ബിഷോപ്പറിൽ വന്നിട്ടാണെങ്കിൽ 3000 മുതൽ 5000 വരെ ഒക്കെ കമ്പനീന്റെ ബേസ് മോഡൽ ഫോണാണ്, അല്ല സ്റ്റാർട്ടിംഗ് മോഡലാണ്, പുതിയ മോഡലാണ്. എവിടെ ഓഫറോ ഓൺലൈൻ വരെ ഓഫർ ഇല്ല. ഇപ്പൊ ഷോപ്പുകളിലൊക്കെ എത്തി തുടങ്ങുന്ന മോഡൽ നമ്മൾ ഇവിടെ സെക്കൻഡ് ആക്കിയിട്ട് പൊട്ടിച്ചു. അതെ, ഇതൊക്കെ ഈ ഫോണ് അശ്രദ്ധമായിട്ട് ഉപയോഗിച്ചിട്ട് വീണ് ഡിസ്പ്ലേ പൊട്ടുക, ഫോൺ പൊട്ടുക, അങ്ങനത്തെ ആളുകൾക്ക് നിലത്ത് വീണാലും ആണിയൊക്കെ അടിച്ചിട്ട് പൊട്ടിക്കുന്ന ആ മോഡല് അതൊക്കെ നമ്മള് കമ്പനി ഇറക്കിയപ്പോഴേക്ക് തന്നെ ബിഷോപ്പറിൽ എന്താക്കി യൂസ്ഡ് ആക്കി. നമ്മളെ പ്രത്യേകത ഇന്ന് മാർക്കറ്റിൽ ഒരു പുതിയ ഫോൺ വന്നു കഴിഞ്ഞാല് അത് ഇന്ന് തന്നെ നമ്മൾ പൊട്ടിച്ചിട്ട് സെക്കൻഡ് ആക്കി കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യില്ല, എവിടെയും കിട്ടാനായിട്ട് കൂടുതൽ ഓഫറിൽ ബിഷോപ്പറിൽ കൊടുക്കാൻ പറ്റും. സാംസങ്ങിന്റെ S25 $81 കമ്പനി ഇറക്കിയ മോഡലാണ്. ഈ ബുക്കിംഗ് ഒക്കെ ആയിരുന്നു. ഇറങ്ങിയ അന്ന് തന്നെ ബിഷോപ്പിൽ നമ്മൾ പൊട്ടിച്ചിട്ട് സെക്കൻഡ് ആക്കി 68 കൊടുത്തിട്ടുണ്ട്. ഈ വിഷുവിനേക്ക് നമ്മൾ പ്രൈസ് ഒന്നും കൂടി പൊട്ടിച്ച്, എല്ലാവരും വിഷുവിന് പടകാണ് പൊട്ടിക്കുന്നതെങ്കിൽ ബിഷോപ്പിൽ പ്രൈസ് ആണ് പൊട്ടിക്കുന്നത്. ബോക്സ് പൊട്ടിച്ചിട്ട് പ്രൈസ് പൊട്ടിച്ചിട്ടാണ് കൊടുക്കുന്നത്. എത്ര കൊടുക്കുക? ഇത് 68 രൂപ ഇന്നലെ വരെ വിറ്റത്. വിഷുവിന്റെ ഓഫർ മുതൽ ഇന്ന് മുതൽ നമ്മളിത് 64 സെയിൽ ചെയ്യുന്നത്. 64,000 രൂപയ്ക്ക് S24 സാധാ ഫ്രഷ് വിൽക്കുന്നത് 68-70 റേഞ്ചിലാണ്. അതിനായിട്ടും പ്രൈസ് കുറച്ചിട്ട് ബിഷോപ്പിൽ എന്ത് ചെയ്യുക, S25 കൊടുക്കുക.
ഇത് ഞാൻ പറഞ്ഞ മാതിരി സിബിൽ സ്കോർ ഒക്കെ ഓക്കെ ഉള്ള ആൾക്ക് 100% ഫിനാൻസ് കൊടുക്കാൻ പറ്റും. അതുപോലെ സാംസങ്ങിന്റെ ഏറ്റവും ട്രെൻഡിങ് മോഡലാണ് എസ് സീരീസുകൾ, S23, S24 ഒക്കെ ബിഷോപ്പിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ഒക്കെ ബോക്സ് പീസ് ഉണ്ട്. S24 ഉണ്ട്, S23 ഉണ്ട്, S24 അൾട്ര ഉണ്ട്. അൾട്രക്ക് അൾട്രക്ക് 512 GB കമ്പനി തന്നെ 6 മാസം കമ്പനി വാറന്റി ബാക്കിയുള്ള ഫോണ് ഇപ്പൊ ബിഷോപ്പിൽ വെക്കുന്നത് 79 റുപ്യക്ക്. 512 GB കമ്പനി വാറന്റി ബാക്കിയുള്ള ഫോൺ ബിഷോപ്പിൽ 1.15 റേഞ്ചിൽ പുതിയ വില 79 കൊടുക്കാം. കമ്പനി വാറന്റി 6 മാസത്തിന്റെ മുകളിൽ ബാക്കി കമ്പനി വാറന്റി. OnePlusന്റെ കാണിച്ചത് അതിന് മുമ്പ് Fold 4 സാംസങ്ങിന്റെ Fold 4 ബിസിനസ്സുകാർക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന ഫോൺ, ലക്ഷറി ഫോൺ തന്നെ പറയാം. ലക്ഷറി ഫോൺ, പ്രീമിയം ഫോണാണ്. 1,40,000 ഇതിന്റെ പുതിയ റേറ്റ്. ഇത് 7 മാസം കമ്പനി വാറന്റി ബാക്കിയുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഫ്രഷ് പോലത്തെ ഫോണ്. ബിഷോപ്പറിൽ ഇപ്പൊ ഈ വെടിക്കെട്ട് ഓഫറിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൈസ് 57,500. 1,40,000 Fold 4 നമ്മൾ 57,500. അത് 7 മാസം കമ്പനി വാറന്റിയിൽ ഫുൾ ബോക്സ് പീസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ചോദിച്ച OnePlus 13 12 GB റാം 256 GB സ്റ്റോറേജ്. 12 GB റാം. ഇതിന് പുതിയ വരുന്ന പ്രൈസ് 70 രൂപ. നമ്മുടെ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രഷ് ഫോൺ ശരിക്കും സെക്കൻഡ് ആണെന്ന് പറഞ്ഞ് പറ്റിച്ച് വെക്കുന്ന ഷോപ്പാണ് ബിഷോപ്പ്. എല്ലാവരും സെക്കൻഡ് ഫോൺ ഫ്രഷ് ആക്കി ബിഷോപ്പിന് നേരെ തിരിച്ചാണ്. ബോക്സ് പൊട്ടിച്ചിട്ട് സെക്കൻഡ് ആക്കിയിട്ട് സെക്കൻഡ് ആണെന്ന് പറഞ്ഞ് പറ്റിച്ച് വെക്കലാണ് നമ്മൾ ചെയ്യുന്നത്. ബോക്സ് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. കമ്പനി വാറന്റി ഒക്കെ ഉണ്ട്. 57,000 കൊടുക്കാം. അതായത് OnePlusന്റെ ഫോണുകൾക്കൊന്നും എവിടെയും ഒരു ഓഫർ നിലവിലില്ല. ഇപ്പം SBIന്റെ ഇതിന്റെ ക്രെഡിറ്റ് കാർഡൊക്കെ ഉള്ള HDFCന്റെ ക്രെഡിറ്റ് കാർഡുള്ള കസ്റ്റമർക്കാണെങ്കിൽ 1,000-2,000 കാർഡ് ഓഫർ ഉണ്ട്. അതിൽ കൂടുതൽ വലിയ ഓഫറൊന്നും എവിടെയില്ല. നമ്മൾ സെയിൽ ചെയ്യുന്ന 57,000. പുതിയത് 70 രൂപ ഉള്ളതിന് കമ്പനി വാറന്റി ഉള്ളതിന് നമ്മൾ കൊടുക്കുന്നത് 57,000. വിവോയിലേക്ക് പോവുകയാണെങ്കിൽ വിവോന്റെ V50 ഉണ്ട്. V50 128 GB വരുന്നത് ബിഷോപ്പിൽ സെയിൽ ചെയ്യുന്നത് 31,000 രൂപക്കാണ്. വിവോന്റെ V50 വിൽക്കുന്നത്. V50 256 വിൽക്കുന്നത് 33. 42,000 രൂപ വരുന്ന 12 GB 512 ബിഷോപ്പിൽ സെയിൽ ചെയ്യുന്നത് 37,500. ഇതൊന്നും സിം ഇട്ട് ആക്ടിവേഷൻ ചെയ്തിട്ടില്ല. കസ്റ്റമർ എപ്പോഴാണോ സിം ഇട്ട് ആക്ടിവേഷൻ ചെയ്യുക അത് മുതൽ 1 വർഷത്തെ വാറന്റി ഉണ്ടാവും. ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും, ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്, ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. സെക്കൻഡിന്റെ പ്രൈസിന് എന്താക്കാം ഫ്രഷ് ഫോണ്. നമുക്ക് ഫ്രഷ് ഞാൻ ഈ പറഞ്ഞ പ്രൈസിനായിട്ടൊക്കെ 5,000-6,000 രൂപ അധികം. ഞാൻ പറഞ്ഞില്ലേ ഇതിനൊന്നും എവിടെ ഒരു ഓഫറും നിലവിലില്ലാത്ത ഫോണുകളാണ്. അപ്പോൾ ഈ വിഷുവിനേക്ക് വേണ്ടിയിട്ട് പുതിയ ഫോൺ എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ബിഷോപ്പിലൊക്കെ എന്ത് ചെയ്യുക, ആ പുതിയ ഫോണ് ഏതാണ്ട് സെക്കൻഡിന്റെ പ്രൈസിന് നമ്മൾ ഒരു എല്ലാ മോഡലും ഫ്രഷ് ഫോണുകൾ സെക്കൻഡായിട്ട് അവർക്ക് വാങ്ങിക്കാം. ഒരുപാട് മോഡലുണ്ട്. ഇതൊക്കെ 8 മാസം 10 മാസം വാറന്റി ബാക്കിയുള്ള ഓപ്പോ, വിവോ, OnePlus, റെഡ്മി, റിയൽമി ഇങ്ങനത്തെ ഒരുപാട് സ്റ്റോക്ക്. ബേസിക് ലെവൽ ഫോണേ ഏകദേശം എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? ഈ കർവ് ഡിസ്പ്ലേ വരുന്ന ഒരു 15-16 റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കർവ് ഡിസ്പ്ലേ പുതിയ മോഡൽ വരുന്ന ഫോണിലൊക്കെ. അതുപോലെ സാംസങ്ങിന്റെ A സീരീസിൽ A35, A55, A36 അങ്ങനത്തെ എല്ലാ മോഡലും ഒക്കെ ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് കൗണ്ടറിൽ താഴേക്ക് നോക്കുക. ഒരുപാടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല, ഇതൊക്കെ നമ്മുടെ ആപ്പിലുണ്ടല്ലേ. ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രൈസ്, വാറന്റി, ബാലൻസ് എത്ര ഉണ്ട്, ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇത് ഫോൺ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ബിഷോപ്പിലേക്ക് നേരിട്ട് വേണ്ടിയ ആവശ്യമില്ല. നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ കയറി കഴിഞ്ഞാൽ പ്രൈസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി എടുക്കുന്ന പ്രൊഡക്റ്റിന്റെ ഫോട്ടോസോ വീഡിയോസോ ആവശ്യമുണ്ടെങ്കിൽ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്താൽ അതും നിങ്ങൾക്ക് കാണിച്ചു. ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക, അതിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന. പിന്നെ നേരെ കഴിഞ്ഞാല് ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആണ്, കുട്ടികളെ വീട്ടിൽ നിന്ന് ഭയങ്കര കച്ചറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടോയ്ക്ക് ഓരോ സ്ഥലത്ത് അടുക്കി ഇരുത്തുകയും ചെയ്യാം. ഓർക്ക് പഠിക്കാനും ഉപയോഗിക്കുക, ഓർക്ക് കളിക്കാനും ഉപയോഗിക്കുക. ഇനി വീട്ടുകാർക്ക് കോൾ ചെയ്യാനാണെങ്കിൽ അതിനും ഉപയോഗിക്കുക. കോളിംഗ് ഉള്ള സാംസങ്ങിന്റെ ടാബ് പുതിയ പ്രൈസ് വരുന്നത് 14 രൂപയാണ്. ബിഷോപ്പിൽ ഇത് തീരെ യൂസ് ചെയ്യാണ്ട് കമ്പനി വന്ന ടാബാണ്. നമ്മൾ സെയിലിന് 6,500 രൂപ കൊടുക്കുകയും ചെയ്യാം. 6 മാസം വാറണ്ടി ഉണ്ട്. ഇതിനും കസ്റ്റമർക്ക് ഫിനാൻസ് ആവശ്യമുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫിനാൻസിൽ കൊടുക്കും. 1 രൂപ പോലും ഇല്ലാതെ പഠിക്കുന്ന കുട്ടിക്ക് പഠിക്കാനും വെക്കേഷൻ സമയത്ത് കളിക്കാനും ഉപയോഗിക്കാൻ പറ്റുന്ന ടാബ്. അതുപോലെ തന്നെ ടാബിന്റെ കുറച്ച് പ്രീമിയത്തിലേക്ക് വരികയാണെങ്കിൽ ടാബ് പാഡ് SC, റിയൽമിന്റെ പാഡ് SC എന്ന മോഡലുണ്ട്. തീരെ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. പുതിയത് വരുന്നത് 13 രൂപയാണ്. 4 GB റാം 128 GB സ്റ്റോറേജ് വരുന്ന ഒരു പ്രീമിയം ടാബാണിത്. ഇതിന്റെ ബ്ലിഷോപ്പിൽ ഇപ്പോൾ ഓഫറിൽ കൊടുക്കുന്ന റേറ്റ് 9,900.
9,900 അല്ലേ? 9,900 തീരെ ഉപയോഗിക്കാത്ത ഈ ഫ്രഷ് ടാബ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. ഒരുപാട് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു 4-5 പീസ് സ്റ്റോക്ക് ഉണ്ട്. ഈ താഴെ കാണുന്ന ഫോൺ നോക്കുന്നതാ. ഇതൊക്കെ നമ്മൾ ഇവിടെ കസ്റ്റമറുടെ എക്സ്ചേഞ്ചിൽ എടുക്കുന്നത്, നമ്മുടെ സൂപ്പർ വാല്യൂ അല്ലാത്ത സാധാ ഷോപ്പുകളിൽ വെക്കുന്ന സെക്കൻഡ് ഫോണുകൾ. ഇതിന് നമുക്ക് ഇവിടെ 10 ദിവസം മാത്രമേ ചെക്കിങ് വാറണ്ടി കൊടുക്കൂ. 6 month വാറണ്ടി ഉണ്ടാവില്ല. കാരണം അത് അത്ര വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമ്മൾ പ്രൊമോട്ട് ചെയ്യല്ല, ജസ്റ്റ് ചോദിച്ചോണ്ട് വന്നിട്ട് അത് നേരിട്ട് ഷോപ്പിൽ വന്നിട്ട് നമ്മൾ വ്യത്യാസങ്ങൾ കാട്ടിക്കൊടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് പറ്റുമെങ്കിൽ അവർക്ക് 10 ദിവസം ചെക്കിങ് ക്യാൻഡിൽ കൊടുക്കാൻ പറ്റും. പിന്നെ പ്രൈസിന്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല ക്വാളിറ്റിയിലൊക്കെ ഒരു 10-15 വെക്കുന്ന സെയിം സാധനം 5-6 ഇതിൽ കിട്ടും. പക്ഷേ 6 month വാറണ്ടി ഉണ്ടാവില്ല. 10 ദിവസം ചെക്കിങ് ക്യാൻഡിലാണ് നമ്മൾ കൊടുക്കുക. നമ്മൾ എക്സ്ചേഞ്ചിൽ എടുക്കുന്ന ഫോണുകളാണ്, കസ്റ്റമർ ഡയറക്റ്റ് ഇവിടുന്ന് എക്സ്ചേഞ്ചിൽ എടുക്കുന്ന ഫോണുകളാണ്. ഇനി 2 കൗണ്ടർ ഉണ്ടല്ലോ. കൗണ്ടറിലുണ്ട്, അവിടെ ഒരുപാട് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. കസ്റ്റമർ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടേക്ക് പോകുന്നില്ല. ഇതിലേക്ക് നോക്കുകയാണെങ്കിലും ഒരുപാട് ഫോണുകളുണ്ട്. വിഷു നമ്മൾ പൊളിക്കും. വിഷു നമ്മൾ പറഞ്ഞില്ലേ, ഫ്രഷ് ഫോൺ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ, വിഷുവിൻ്റെ ഓഫർ കാത്തിക്കുന്ന ആളുകൾ വിഷു ഓഫറിലേക്ക് വന്നിക്കുകയാണെങ്കിൽ ഫ്രഷ് ഫോൺ തന്നെ. ഞാൻ പറഞ്ഞില്ല, പുറത്തെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു 500 രൂപ വരെ കുറച്ചിട്ട് കിട്ടാത്ത ഫോണല്ല, ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. ചില ആളുകൾ നമ്മൾ പൊട്ടിച്ചു കൊടുക്കാന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് അത് പഴയ സ്റ്റോക്ക് ആയിരിക്കും. ഇന്ന് ഒരു ഫോൺ ഇറങ്ങിയാൽ ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ വിളിച്ചോളൂ സെക്കൻഡ് ആയിട്ട് വെക്കും നമ്മൾ. ഇന്നലെ ഇറങ്ങിയ സാംസങ്ങിന്റെ A26 അധിക ഷോപ്പുകളിൽ എത്തിയിട്ടുണ്ടാവില്ല. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അടുത്തുള്ള മൊബൈൽ ഷോപ്പുകൾ നോക്കി കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് എവിടെ എത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്നലെ ഇറങ്ങിയ പ്രൊഡക്റ്റ് ഇന്ന് മുതൽ ബിഷ് ഷോപ്പിൽ അത് ആയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. ഒപ്പോന്റെ വിവോന്റെ ഒക്കെ ഫോണുകൾ ഈ വിഷുവിനേക്ക് കമ്പനി ഓഫറിൽ ഇറക്കിയ ഫോണുകൾ എന്ത് ചെയ്യുക, കസ്റ്റമർക്ക് നമ്മൾ കൊണ്ട് യൂസ്ഡ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ഫോൺ വാങ്ങിക്കാൻ താല്പര്യമുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഒരു ഫോൺ വാങ്ങിക്കണം. അവർക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഏത് കമ്പനീൻ്റെ ഏത് മോഡലാണെങ്കിലും ബിഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ടാവും. ആധാർ കാർഡ് പാൻ കാർഡ് കൊണ്ടുവരിക. ഫിനാൻസ് ആവശ്യമുണ്ടെങ്കിൽ ₹1 പോലും തരാതെ സിബിൽ സ്കോർ ഓക്കെയുള്ള ആളുകൾക്കാണ് അതുകൊണ്ട് ഏത് ഫോൺ എടുത്തിട്ട് അവർക്ക് തിരിച്ചു പോകാൻ പറ്റും. കമ്പനി വാറണ്ടി ബാക്കിയില്ലാത്ത ഫോണുകളാണെങ്കിൽ ബിഷോപ്പിൻ്റെ 6 month വാറണ്ടി ഉണ്ടാവും. അതുപോലെ കമ്പനി വാറണ്ടി ബാക്കിയുള്ള ഫോണുകളാണെങ്കിൽ ഒക്കെ ആ രീതിയിലുള്ളത് പൊട്ടിച്ചത് പൊട്ടിക്കാത്തത് മിനിമം 6 മാസം ഉണ്ടാവും. കമ്പനി വാറണ്ടി ഫോണുകളൊക്കെ 1 വർഷം തന്നെ കമ്പനി വാറണ്ടിലാണ് ആ രീതി തന്നെ ഉണ്ടാവും. കണ്ടിട്ട് എനിക്ക് ഇവിടുന്ന് ഒരുപാട് ഫോണുകളുണ്ട്. എല്ലാത്തിനും ഡീറ്റെയിൽ ആപ്ലിക്കേഷൻ ഉണ്ടാവും അല്ലേ? ഇത് നമ്മൾ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും വാറണ്ടി ബാലൻസും അതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സംശയമോ കാര്യം നമ്മുടെ ടോൾ ഫ്രീ നമ്പർ കസ്റ്റമർ കെയർ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പ്രൊഡക്റ്റ് കാണാൻ എന്ത് സംശയം അവർക്ക് തീർക്കാം. സൺഡേ വരെ ഷോപ്പ്. ലൊക്കേഷൻ വന്ന് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി നെല്ലാങ്കണ്ടി എന്ന സ്ഥലത്ത് എത്തിയിട്ട് മോട്ടോഴ്സ് കാണാം. അതിന്റെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിംഗ് ആണ് ബിഷോപ്പിന്റെ ബിൽഡിംഗ്. താഴെ ടൊയോട്ടന്റെ ഷോറൂം മുകളിൽ എന്നത് ബിഷോപ്പർ. ഇപ്പോൾ ലോങ്ങുള്ള ആളുകൾക്കൊന്നും ശരിക്കും ബിഷോപ്പറിലേക്ക് വരേണ്ട ആവശ്യമില്ല. ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്തിട്ട് ഫിനാൻസ് ചെയ്യാൻ നമ്മൾ ആപ്പ് കൂടെ തന്നെ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ ചോദിച്ചാൽ എന്താണോ ചെയ്യുന്നത് അതേ രീതിയിൽ ചെയ്തു തരും. ഇനി ലോങ്ങിൽ നിന്ന് വരുന്ന ആളുകൾക്കാണ് ഫിനാൻസ് കിട്ടുമോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി അവരുടെ പിൻകോഡൊന്ന് ഇവിടെ കസ്റ്റമർ കെയർ വെച്ച് കൊടുത്ത് ചെക്ക് ചെയ്തിട്ട് വന്നാൽ നെറ്റ് ചില ഏരിയകളിലൊക്കെ ഇപ്പോൾ ഫിനാൻസ് ബ്ലോക്കുള്ള ഏരിയകളുണ്ട്. അപ്പോൾ അതൊന്ന് കിട്ടുമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ലോങ്ങുള്ള ആളുകൾക്ക് ബിഷോപ്പിലേക്ക് വരിക. എന്തായാലും നല്ല ഫോണ് 100% വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ മാത്രമേ ബിഷോപ്പിൽ സെയിൽ ചെയ്യൂ. ഓരോ യൂസ്ഡ് ഫോണാണെങ്കിലും 42 തരം ചെക്കിങ് ചെയ്തിട്ട് കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രമേ ബിഷോപ്പിൽ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക. അപ്പോൾ ഇനി നമ്മളെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ നല്ലൊരു കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഒരു ഫോൺ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകളിലേക്ക് ഈ വീഡിയോസ് എത്തിക്കുക. അപ്പോൾ പരമാവധി അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഗിഫ്റ്റ് കാര്യങ്ങൾ വീഡിയോ കാണുന്ന ആളുകളും കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ഷുവറാണ് നല്ലൊരു ഗിഫ്റ്റ് പ്രതീക്ഷിക്കുക, നമ്മൾ കൊടുക്കും. അപ്പോൾ വീണ്ടും പുതിയ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.